പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കേരള തീരത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ച് അപകടം. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻഹായ് 503 എന്ന കപ്പലിലാണ് തീപിടിച്ചത്. കോഴിക്കോട് തീരത്ത് നിന്നും 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിലാണ് അപകടം സംഭവിച്ചത്. 20ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണു. പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായിട്ടുണ്ടെന്ന് സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. MG മിഥുനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥുൻ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചിത്രങ്ങൾ പ്രകാരം ഒരു പൊട്ടിത്തെറി സംഭവിച്ചതായി മനസ്സിലാക്കുന്നു. കപ്പൽ മുങ്ങി താഴ്ന്നിട്ടുണ്ടോ? അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയണം. കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയേണ്ടതുണ്ട്. എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. ഹരി, നിലവിൽ കപ്പൽ മുങ്ങിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. അതായത് ഈ കപ്പലിനകത്ത് ഏകദേശം 650-ലധികം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ആണ് തീപിടുത്തമുണ്ടായത്. ഒരു പൊട്ടിത്തെറിയടക്കം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. ഇതിൽ 50ഓളം കണ്ടെയ്നറുകൾക്ക് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഇതിൽ 20ഓളം കണ്ടെയ്നറുകൾ ഈ തീപിടിച്ചതിനെ തുടർന്ന് കപ്പലിൽ നിന്ന് ഈ കടലിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഏകദേശം 22 തൊഴിലാളികളാണ് നിലവിൽ കപ്പലുണ്ടായിരുന്നത്. ഇതിൽ 18 പേർ കടലിലേക്ക് ചാടിയിട്ടുണ്ട്. നിരവധി പേർക്ക് തീപൊള്ളലേറ്റതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേവിയും കോസ്റ്റ് ഗാർഡും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. INS സൂറത്തും അവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി മുംബൈയിലെത്തേണ്ട വാൻഹായ് 503 എന്ന സിംഗപ്പൂർ കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ജൂൺ 7-ലായിരുന്നു ഇത് കൊളംബിയയിലെത്തിയത്. കൊളംബിയയിൽ ജൂൺ 7-ന് വൈകിട്ട് തന്നെ അവിടെ നിന്ന് മുംബൈയിലേക്ക് തിരിക്കുകയായിരുന്നു. ഈ വേളയിലാണ് ബേപ്പൂരിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അതിൽ നേരത്തെ എറണാകുളം തീരത്തോടെ സമീപത്ത് വെച്ചായിരുന്നു MSCയുടെ കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും പിന്നീട് മറിയുകയും കണ്ടെയ്നറുകൾ ഉൾപ്പെടെ ആഴക്കടലിലേക്ക് പോവുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു അപകടം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായാലും നിലവിൽ ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇതിന് വ്യക്തമാണ്. വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുകയും അതിലെന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നടക്കമുള്ള വിശദാംശങ്ങൾ നമുക്കിനി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഇതിൽ 22ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഈ 22 തൊഴിലാളികളിൽ 18 പേർ ഈ അപകടമുണ്ടായതിനെ തുടർന്ന് കടലിലേക്ക് ചാടി. രക്ഷാബോട്ടുകളുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുകയാണ്. കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല. 4 മറ്റ് കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തീ അണയ്ക്കാനുള്ള ശ്രമവും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകാൻ അടക്കമുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി എറണാകുളം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി അതായത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുള്ള പ്രാഥമിക വിവരങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. വാൻഹായ് 503 എന്ന സിംഗപ്പൂർ കപ്പലാണ് കോഴിക്കോട് തീരത്ത് നിന്ന് ഏകദേശം 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 20 കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. 50ഓളം കണ്ടെയ്നറുകൾക്ക് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പല പൊട്ടിത്തെറികളും തീപിടുത്തവും ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ കൂടി കോസ്റ്റ് ഗാർഡ് നൽകിയിട്ടുള്ള ഈ അറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഉൾക്കടലിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ സമയം കപ്പലിൽ ഉണ്ടായിരുന്നത് 22ഓളം ജീവനക്കാരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ 18 പേർ ആ സമയം തന്നെ കടലിലേക്ക് എടുത്തു ചാടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നടക്കമുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും രക്ഷാദൗത്യത്തിനായി INS സൂറത്തടക്കം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നേവിയുടെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മറ്റ് കോസ്റ്റ് ഗാർഡിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ അവിടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന് ആകാശമാർഗം ഹെലികോപ്റ്ററിൽ നിന്ന് ലഭ്യമായിട്ടുള്ള അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബേപ്പൂരിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് വാൻഹായ് 503 എന്ന കപ്പലിന് തീപിടുത്തമുണ്ടാവുകയും ചെയ്ത. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ കപ്പൽ അപകടത്തിൽപ്പെടുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനു മുമ്പ് MSCയുടെ കപ്പലാണ് എറണാകുളം തീരത്തിന് സമീപത്തായി മറിഞ്ഞതെങ്കിൽ ഏകദേശം 25 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അന്ന് ആ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടത്. അത് വലിയ രീതിയിൽ കേരളത്തിൻ്റെ
തെക്കൻ തീരങ്ങളിൽ വലിയ രീതിയിൽ ഈ കണ്ടെയ്നറുകളൊക്കെ അടിയുകയും പിന്നീട് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കമുണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു കപ്പൽ കൂടി കേരള തീരത്തിൽ തന്നെ അപകടത്തിൽപ്പെടുകയും നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോൾ ഈ അപകടത്തിനെ തുടർന്ന് കടലിലേക്ക് പതിക്കുകയും ചെയ്തിട്ട് എന്തായാലും കപ്പലിന് ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ശുഭവാർത്തകൾ തന്നെയാണ് വരുന്നത്. എന്തായാലും മറ്റ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ പൂർണ്ണതോതിൽ എത്തിക്കാൻ സാധിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 22 പേരായിരുന്നു ഈ ഒരു കപ്പലിലുള്ളതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഒരു മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ അറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് വാൻഹായ് 503 സിംഗപ്പൂരിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തതാണ്. അത് ഈ മാസം 7-ന് ജൂൺ 7-ന് അത് കൊളംബോ തീരത്തിലേക്ക് എത്തി. കൊളംബോയിലെ തീരത്തേക്ക് അടുത്തു. അവിടെ കണ്ടെയ്നറുകൾ അവിടെ ഇറക്കി വെച്ചതിന് ശേഷം അന്ന് വൈകിട്ടോട് തന്നെ അവിടെ നിന്ന് മുംബൈയിലേക്ക് തിരിക്കുകയായിരുന്നു. 2 ദിവസം നാളെ വൈകിട്ടോടു കൂടി മുംബൈ തീരത്തേക്ക് മുംബൈയുടെ ഹാർബറിലേക്ക് എത്തേണ്ട കപ്പലായിരുന്നു വാൻഹായ് 503. അതിനിടയിലാണ് ഈ അപകടമുണ്ടാകുന്നത്. നിരവധി കണ്ടെയ്നറുകളിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. 50ഓളം കണ്ടെയ്നറുകളിൽ തീപിടിച്ചിട്ടുണ്ട്. അതിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ഉണ്ടാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കണ്ടെയ്നറുകളിൽ എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ളൊരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കപ്പലിൽ തീപിടിച്ചിരിക്കുന്നു, പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു. 50ഓളം അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കണ്ടെയ്നറുകളിനുള്ളിൽ എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ വ്യക്തത വേണം. 22ഓളം തൊഴിലാളികൾ കപ്പലിലുണ്ടായിരുന്നു. ഇതിൽ 18 പേർ കടലിൽ ചാടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ചില തൊഴിലാളികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളത് ഒരു വിവരവും കൂടി ലഭിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. ഇങ്ങനെ സൂറത്ത് അപകട സ്ഥലത്തേക്ക് എത്തും. പക്ഷേ ഇപ്പോഴും കപ്പൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് മിഥുൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അത് തീ അണഞ്ഞിട്ടില്ല, ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല കണ്ടെയ്നറുകളിലേക്കും ഇനിയും തീ പടരാനുള്ള ഒരു സാധ്യതയും കൂടി ഈ ഒരു അവസരത്തിൽ കണക്കാക്കാം. സ്വാഭാവികമായും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കടക്കേണ്ടി വരും. കാരണം നിലവിൽ തീയടയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. 4 കപ്പലുകൾ എത്തിയിട്ടുണ്ട് ഈ കപ്പലിന് സമീപത്തായി. അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചൊക്കെ ഈ ഒരു തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് കണ്ടെയ്നറുകളിലേക്ക് ഏകദേശം 650-ലധികം കണ്ടെയ്നറുകൾ ഈ ചരക്ക് കപ്പലിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ച് കൊണ്ട് തന്നെ മറ്റ് കണ്ടെയ്നറുകളിലേക്ക് കൂടി ഈ ഒരു തീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം കപ്പലിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ കപ്പലിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18ഓളം പേർ മാത്രമാണ് കടലിലേക്ക് എടുത്തു ചാടുകയും ചെയ്തത്. മറ്റ്